ഇനി നമുക്ക് അടുത്ത പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ദശമസ്കന്ധത്തില് 48-ാമത്തെ അധ്യായം. ആ അധ്യായത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തില് എപ്പോഴും സത്സംഗങ്ങളിലും ഉപാസനകളിലും ഒക്കെ ഇടയ്ക്ക് വരാറുള്ള ലതാനാരായണൻ. തിരക്കുകൾ കൊണ്ടാണ് സത്യത്തില് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുകൊണ്ട് ഉപാസനയിൽ വരാൻ പറ്റിയില്ലെങ്കിലും സപ്താഹങ്ങൾ വിടാറില്ല. യജ്ഞങ്ങളിൽ പരമാവധി അതിൽ നമ്മൾ പാട്ടുപാടി കൊണ്ടും പാരായണം കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ഒക്കെ വരാറുണ്ട്. അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ പിറന്നാൾ വായനയ്ക്കുള്ള മധ്യാഹ്നത്തിലെ 2ാമത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. ബഹുമാന്യനായ മനു തിരുമേനിക്കും അച്ഛൻ തിരുമേനിക്കും ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ പാദനമസ്കാരം. ഇത് എൻ്റെ ആദ്യത്തെ ഒരു ഉദ്യമമാണ്. ഞാൻ ഇന്നുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് അധികം കേട്ടും ഒന്നും പരിചയവുമില്ല. എന്നാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, തിരുത്തി തരണം എന്നൊരപേക്ഷയുണ്ട്. ഇന്നെനിക്കിവിടെ പറയാൻ കിട്ടിയിരിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധം 48-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം സൈരന്ധ്രിയെ ഭഗവാൻ അവളുടെ ഗൃഹത്തിൽ ചെന്ന് അനുഗ്രഹിക്കുന്നതും, 2ാമത്തെ ഭാഗം അക്രൂരനെ ഭഗവാൻ അക്രൂരന്റെ ഗൃഹത്തിൽ ചെന്ന് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് പാണ്ഡവരുടെ വിവരങ്ങൾ അറിയാൻ ആയി പറഞ്ഞ് അയക്കുന്നതുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാൻ മധുരാപുരിയിലേക്ക് അക്രൂരനോടും ബലരാമസ്വാമിയോടും കൂടി എത്തിച്ചേർന്നു. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്താണ് സൈരന്ധ്രിയെ യാദൃച്ഛികമായിട്ട് കാണുന്നത്. സൈരന്ധ്രി കംസന്റെ ഒരു ദാസിയാണ്. കംസന് കുറിക്കൂട്ടുമായി പോവുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ സൈരന്ധ്രിയെ കാണുന്നത്. ആ ഭഗവാൻ സൈരന്ധ്രിയോട്, സുന്ദരി, നീ എവിടെ പോകുന്നു? നീ എന്താണ് നിന്റെ കയ്യിൽ എന്നൊക്കെ ചോദിച്ചു. നിന്റെ കയ്യിലുള്ള സാധനം എനിക്ക് തരാമോ എന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ട താമസം അവൾ സന്തോഷത്തോടുകൂടി അത് ഭഗവാന് സമർപ്പിച്ചു. അതിൽ സന്തുഷ്ടനായ ഭഗവാൻ തന്റെ സ്പർശനത്താൽ അവൾ ഒരു വിരൂപയായിരുന്നു, അവൾ ത്രിവക്രയായിരുന്നു. അപ്പോൾ ഈ കുറിക്കൂട്ട് സമർപ്പിച്ച അതിൽ സന്തോഷിച്ച് ഭഗവാൻ അവളുടെ വൈരൂപ്യം മാറ്റി. അവൾ തന്റെ സ്പർശനത്താൽ അവളെ സുന്ദരിയായ ഒരു സ്ത്രീയാക്കി മാറ്റി. അപ്പോൾ അവൾ പ്രേമപൂർവം ഭഗവാനെ തന്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ തനിക്ക് വരാൻ നിർവാഹമില്ല. ഞാൻ വന്ന ദൗത്യമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പിന്നീടൊരിക്കൽ തീർച്ചയായും ആതിഥ്യം സ്വീകരിക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തു. അപ്പോൾ അവൾക്ക് കൊടുത്ത വാക്കാണ് ഇപ്പോൾ ഭഗവാൻ പാലിക്കാനായിട്ട് പോകുന്നത്. ശ്രീശുഖൻ പറഞ്ഞു, സർവാത്മാവും സർവദർശനുമായ ഭഗവാൻ തന്റെ അനുരാഗത്താൽ തപ്തയായ സൈരന്ധ്രിയുടെ കാമമറിഞ്ഞ് അവളെ അനുഗ്രഹിക്കാനായി, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി അവളുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ വാക്കു കൊടുത്തപ്പോൾ മുതൽ അവൾ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി അവൾ തന്റെ ഗൃഹമെല്ലാം വളരെ ഭംഗിയായി വിലമതിക്കാത്ത വസ്തുക്കളെ കൊണ്ടും മുത്തുമാലകൾ,
കുടിക്കൂറകൾ, അലങ്കാരങ്ങൾ, സിംഹാസനങ്ങൾ, ശയ്യകൾ, അതുപോലെ സൗരഭ്യമാർന്ന ധൂപദീപാദികളെ കൊണ്ടെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ വരവ് അവൾ എന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഭഗവാൻ അവളുടെ ഗൃഹത്തിലേക്ക് വരുന്നത് കണ്ട് അവൾ പെട്ടെന്ന് അവളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സഖിമാരോടുകൂടി ഭക്തിപുരസ്സരം ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ആദരിച്ച് ശ്രേഷ്ഠമായ ആസനാദികൾ നൽകി ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഭഗവാന്റെ കൂടെ ഉദ്ധവരും ഉണ്ട്. ഉദ്ധവരെയും ഭഗവാനെ സ്വീകരിച്ച പോലെ തന്നെ ശ്രേഷ്ഠമായ ആസനാദികൾ നൽകിയാണ് അവൾ ഉദ്ധവരെയും സ്വീകരിച്ചത്. എന്നാൽ ഉദ്ധവർ അവൾ നൽകിയ ആ പീഠത്തെ തൊട്ട് വന്ദിച്ച് അതിലിരിക്കാതെ അതിനെ സ്വീകരിച്ചതായി ധരിപ്പിച്ച് മാറി നിലത്തിരിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ അവളുടെ എന്ത് ആഗ്രഹം സാധിക്കാനായിട്ടാണോ എത്തിച്ചേർന്നത് അതിനുവേണ്ടി ആ ലൗകിക ഭാവം സ്വീകരിച്ച് ഭഗവാൻ അവളുടെ ശ്രേഷ്ഠമായി അലങ്കരിച്ച ആ ശയ്യയെ പ്രാപിച്ചു. ഭഗവാന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവൾ ദിവസവും കുളിച്ച് ആഭരണാദികൾ, വിശേഷ വസ്ത്രങ്ങളെല്ലാം ധരിച്ച്, കുറിക്കൂട്ടും, ചന്ദനം, താമ്പൂലം എന്നിവയെല്ലാം ധരിച്ച് അമൃതാസമം സേവിച്ച് അങ്ങനെ അവൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കാറുള്ളത് എല്ലാ ദിവസവും. അന്നും അതുപോലെ തന്നെ ലജ്ജയോടുകൂടിയ മന്ദഹാസത്തോടും ആകെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ. പെട്ടെന്ന് ഭഗവാനെ കണ്ടപ്പോൾ ആ പരിഭ്രമത്തോടു കൂടിയ കടാക്ഷത്തോടും കൂടി ഭഗവാന്റെ സാമീപ്യം ആഗ്രഹിച്ച് മടിച്ചു നിൽക്കുകയാണ് അവൾ. അപ്പോൾ അവളുടെ ഇംഗിതം അറിഞ്ഞ ഭഗവാൻ അവളുടെ മനോഹരമായ കങ്കണങ്ങൾ അണിഞ്ഞ കൈകളിലെ പിടിച്ച് ആ അലങ്കൃതമായ ശയ്യയിലേക്ക് അവളെ ആനയിച്ച് ഇരുത്തി. കാമതത്തയായ അവൾ ഭഗവാന്റെ പാദകമലങ്ങളെ 2 കൈകളോണ്ടും ആലിംഗനം ചെയ്ത് ഘ്രാണിച്ച് തന്റെ ഭഗവാനെ പ്രാപിച്ച് അതിദീർഘമായ അവളുടെ താപം ശമിപ്പിച്ചു. അവൾ കംസവധത്തിനായി ഭഗവാൻ മധുരാപുരിയിൽ പ്രവേശിച്ച സമയത്ത് ഭഗവാന് കുറിക്കൂട്ട് കൊടുത്തു എന്ന ഒരു പുണ്യം, ആ പുണ്യലേശത്തിന്റെ ഫലമായിട്ടാണ് അവൾക്ക് ഭഗവാനെ ഇതുപോലെ പ്രാപിക്കാൻ സാധിച്ചത്. അവൾ അപ്രാപ്യനും നിത്യാനന്ദപ്രദനുമായ ഭഗവാനെ ഇത്ര എളുപ്പത്തിൽ പ്രാപിച്ചപ്പോഴും അവളുടെ കാമപൂർത്തിക്കായാണ് അവൾ ആഗ്രഹിച്ചത്. കാമഭക്തിയായിരുന്നു അവൾക്ക്. അപ്പോ അവൾ ഭഗവാന്റെ സ്പർശനത്താൽ അവളുടെ വൈരൂപ്യം മാറിയപ്പോഴാണ് അവൾക്ക് ആ കാമവാസന ഉണ്ടായത്. അത് ആ ഭുവനസുന്ദരനായ ഭഗവാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അവൾ മഹാഭാഗ്യയാണ് ആ കാര്യത്തിൽ. പക്ഷേ ഒരിക്കൽ മാത്രം ആ കുറിക്കൂട്ട് ഭഗവാന് ചാർത്തിക്കൊടുത്ത് ആ ഒരേ ഒരു പുണ്യം കൊണ്ട് അവൾക്ക് പ്രേമഭക്തിയെ കൊടുത്തു ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഗോപികമാർ എത്രയോ കാലമായിട്ട് ഭഗവാനെ നിത്യം പ്രേമഭക്തിയോടുകൂടി പൂജിച്ചിരുന്ന ആ ഗോപികമാരെ ഭഗവാൻ എത്ര അനുഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മേൽപ്പത്തൂരും നാരായണീയത്തിൽ പറയുന്നത് വിചിത്ര രൂപസ്തവ ഖല്വനുഗ്രഹ എന്ന്. അവൾ ഭഗവാനോട് പറയാണ്, താമരക്കണ്ണ, കുറച്ചു ദിവസം എൻ്റെ ഗൃഹത്തിൽ എന്നോട് കൂടി വസിച്ച് രമിച്ചാലും അങ്ങയെ പിരിയാൻ ഞാൻ അശക്തയാണ് എന്ന് സൈരന്ധ്രി ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അപ്പോ ഭഗവാൻ അവളുടെ ആഗ്രഹത്തെ അറിഞ്ഞ്, ഭക്തന്റെ ആഗ്രഹത്തെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണല്ലോ ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ അവളുടെ ആഗ്രഹം നിറവേറ്റാമെന്ന് പ്രതിജ്ഞയും കൊടുത്ത് അവൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവളുടെ അടുത്ത് വന്ന് അവളെ രമിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ കാമമാകുന്ന വരം കൊടുത്ത് അവൾക്ക് അലങ്കാരാദികൾ സമ്മാനിച്ച് ഭഗവാൻ അവിടുന്ന് സ്വഗൃഹത്തിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോ ആരാധിച്ച് പ്രസാദിപ്പിക്കാൻ പ്രയാസമുള്ള
പ്രയാസമുള്ളവനും സർവ ഈശ്വരന്മാർക്ക് ഈശ്വരനുമായ ഭഗവാനെ ഇത്ര നിഷ്പ്രയാസം സന്തുഷ്ടനാക്കാൻ സാധിച്ച ആരാണെങ്കിലും കേവലം തുച്ഛമായ വിഷയസുഖം വരമായി ആഗ്രഹിച്ചാൽ അവൻ വിവേകിയല്ല, അവൻ മൂഢനാണ് എന്നാണ് പറയുന്നത്. ശുദ്ധഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അസാധ്യമായ ഈ കാര്യം സാധിച്ച് അവൾ വിഷയസുഖമാണ് ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള സൈരന്ധ്രി എത്ര ബുദ്ധിഹീനയാണ്, ദുർഭഗയാണെന്ന് പറയാണ്. ഈ വിഷയസുഖം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, അത് ക്ഷണഭങ്കുരമാണ്, അത് നശിക്കും, അത് ദുഃഖത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ കൈവല്യം കാക്ഷിക്കാതെ അവൾ ആഗ്രഹിച്ചത് കാമസുഖമാണ്. അതാണ് പരമായി ഭഗവാനിൽ നിന്ന് അവൾ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള അവൾ ദുർഭഗയാണെന്ന് പറയാണ്. സൈരന്ധ്രിക്ക് ഭഗവാനുമായിട്ടുള്ള ഈ ലീലകളിൽ ഒരു പുത്രൻ, സാഖ്യയോഗാചാര്യനായ ഒരു പുത്രൻ, ഉപശ്ലോകൻ എന്ന് പേരുള്ള പുത്രൻ ജനിച്ചതായിട്ട് നാരായണീയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നില്ല. ഇതാണ് ആദ്യ ഭാഗം, സൈരന്ധ്രിക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം. അപ്പോൾ ഭഗവാനെ ആരെ ഏതു രൂപത്തിൽ ആരാധിക്കുന്നുവോ പൂജിക്കുന്നുവോ ആ രൂപത്തിൽ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. യേ യഥാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹ എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഫലം കാക്ഷിക്കുന്നവർക്ക് ഫലം കൊടുത്തും നിഷ്കാമന്മാർക്ക് ജ്ഞാനം കൊടുത്തും ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. അതിനുള്ളൊരു ഉദാഹരണമാണിത്. ഇനി അടുത്ത ഭാഗത്ത് അക്രൂരന് നൽകിയ വാക്ക് പാലിക്കാനായിട്ട് ഭഗവാൻ അക്രൂരന്റെ ഗൃഹം സന്ദർശിക്കുന്ന ഭാഗമാണ്. ബലരാമസ്വാമിയോടും ഉദ്ധവരോടും കൂടിയാണ് അക്രൂരന്റെ ഭവനം ഭഗവാൻ സന്ദർശിക്കുന്നത്. അതിനുവേണ്ടി ബലരാമസ്വാമിയോടും ഉദ്ധവരോടും കൂടി ഭഗവാൻ പുറപ്പെട്ടു. അതിന്റെ ഉദ്ദേശം ഹസ്തിനപുരത്തിലേക്ക് അക്രൂരനെ ഒന്ന് പറഞ്ഞയക്കണം, അവിടെ പോയി പാണ്ഡവരുടെ വിവരങ്ങൾ അറിയണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ അക്രൂരനും ഇതുപോലെ ഭഗവാൻ തന്റെ ഭവനം സന്ദർശിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അത് പാലിക്കാൻ കൂടിയാണല്ലോ ഭഗവാൻ അക്രൂരന്റെ ഗൃഹത്തിലെത്തുന്നത്. അപ്പോൾ അക്രൂരൻ തന്റെ ബന്ധുക്കളും ശ്രേഷ്ഠന്മാരും ആയ രാമകൃഷ്ണന്മാരും ഉദ്ധവരും കൂടി വരുന്നത് കണ്ടിട്ട് ദൂരെ നിന്ന് തന്നെ ആനന്ദാതിരേകത്താൽ ഓടിച്ചെന്ന് അവരെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ആനന്ദാതിരേകത്താൽ ഓടിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്ത് നമസ്കരിച്ച് പീഠങ്ങൾ നൽകി പൂജിച്ചു സൽക്കരിച്ചു. അക്രൂരന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ വീട്ടിലേക്ക് വരുന്നു, ഗൃഹത്തിലെത്തുന്നു എന്നുള്ളത്. അക്രൂരൻ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയുള്ള അക്രൂരൻ വളരെ ആനന്ദാതിരേകത്താൽ യഥാവിധി ഭഗവാനെയും ബലരാമസ്വാമിയെയും ഉദ്ധവരെയും പൂജിച്ച് ഇരുത്തി. അങ്ങനെ അവരും അക്രൂരനെ വണങ്ങി. അങ്ങനെ ഭഗവാന്റെ കാൽ കഴുകിയ തീർത്ഥം അക്രൂരൻ തന്റെ ശിരസിൽ ധരിച്ച് ഭഗവാനും ബലരാമസ്വാമിക്കും എല്ലാം ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കുറിക്കൂട്ടുകളും എല്ലാം തുടങ്ങിയ കാഴ്ചദ്രവ്യങ്ങളെല്ലാം സമ്മാനിച്ച് പൂജിച്ച് പ്രണമിച്ച് ഭഗവാന്റെ പാദങ്ങൾ തന്റെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അതിവിനീതനായി പറയുകയാണ്. അതായത് ഭഗവാനെ ഇങ്ങനെയൊക്കെ സ്വീകരിച്ചിട്ടും അക്രൂരന് തൃപ്തിയാവുന്നില്ല. അക്രൂരൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇനി ഇതിനു മുമ്പും അക്രൂരന്റെ ഒരു സ്തുതി കണ്ടിരുന്നു. നമ്മൾ മധുരയിലേക്ക് വരുന്ന സമയത്ത് അക്രൂരൻ കാളിന്തിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ, സ്നാനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ജലത്തിന്റെ അന്തർഭാഗത്ത് ഭഗവാന്മാരെ ദർശിച്ചു. അപ്പോൾ അക്രൂരന്റെ ഒരു സ്തുതി, അക്രൂരൻ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇതെന്ന് പറയാം.
അതായത് 17 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ അക്രൂരന്റെ സ്തുതിയാണ്. അക്രൂരൻ ഒരു ജ്ഞാനിയാണ്, ഭഗവാന്റെ ഒരു പരമഭക്തനുമാണ്. അപ്പോൾ അക്രൂരൻ ഭഗവാനോട് പറയാണ്, അതാണ് ഇനി വിവരിക്കുന്ന അക്രൂരന്റെ സ്തുതിയാണ് ഇതൊക്കെ. പാപിയായ കംസനെയും കൂട്ടരെയും ഭഗവാന്മാർ സംഹരിച്ചു എന്നുള്ളത് മഹാഭാഗ്യം. അതുകൂടാതെ അങ്ങനെ സംഹരിച്ച ആ ഘോരമായ വിപത്തിൽ നിന്ന് യദുകുലത്തെ രക്ഷിച്ചു. അത് ഞങ്ങളുടെ പുണ്യമാണ്. അങ്ങ് ഈ കുലത്തിൽ തന്നെ അവതരിച്ചത് ഞങ്ങളുടെ പുണ്യം കൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങൾ പുണ്യം ചെയ്തവരാണ് എന്ന് പറയാണ്. നിങ്ങൾ രണ്ടുപേരും പ്രധാന പുരുഷന്മാരും, രണ്ടുപേരെയും കൂടി ചേർത്തിട്ടാണ് സ്തുതിക്കുന്നത്. രണ്ടുപേരും പ്രധാന പുരുഷന്മാരും ലോകത്തിന് കാരണഭൂതന്മാരും ജഗന്മയന്മാരും ആകുന്നു. ഈ കാണപ്പെടുന്ന സർവവും അങ്ങയുടെ സ്വരൂപമാണ്, നിങ്ങളുടെ സ്വരൂപമാണ്. നിങ്ങൾ തന്നെ, നിങ്ങളിൽ നിന്ന് വിട്ട് കാര്യമോ കാരണമോ ഇല്ല. ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്ന രണ്ട് പ്രധാന പുരുഷന്മാരാണ് നിങ്ങൾ എന്ന് പറയാണ്. ഇനിയും അക്രൂരൻ തുടരുകയാണ്. ഭഗവാനെ, അങ്ങ് തൻ്റെ ശക്തിയായ സത്വാദി ഗുണങ്ങളെ കൊണ്ട് ആരുടെയും സഹായം കൂടാതെ, മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ സൃഷ്ടിച്ച വിശ്വത്തിൽ പ്രവേശിച്ചവനെ പോലെ നിലകൊണ്ട് ശ്രോത്ര നേത്രാദികൾക്ക് വിഷയനായി പലതായി കാണപ്പെടുന്നു. അങ്ങയാൽ സൃഷ്ടമായ ലോകത്തിൽ അങ്ങ് തന്നെ ബഹുരൂപനായി കാണപ്പെടുന്നു. എങ്കിലും അങ്ങ് ഏകസ്വരൂപനാണ് എന്ന് പറയാണ്. അതായത് ഈ ഒരു വസ്തു ബഹുരൂപമായി കാണപ്പെടുന്നതിനെ ദൃഷ്ടാന്തപൂർവം പ്രതിപാദിക്കുന്നതാണിത്. അതായത് ഭഗവാൻ എല്ലാ പദാർത്ഥങ്ങളും പഞ്ചഭൂതങ്ങളെ കൊണ്ടും ആണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ രൂപാന്തരങ്ങളാണ് ഓരോ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും. പക്ഷെ ഓരോന്നിലും പഞ്ചഭൂതങ്ങൾ സന്നിവേശിച്ചിരിക്കുന്നത് പല മാത്രകളിലാണ്. അതിൻ്റെ ആ വ്യത്യാസം കൊണ്ട് ഓരോന്നും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഇതിലെല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാത്തിലും ഒരേ വസ്തുവാണ് അടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ നിന്തിരുവടിയിൽ നിന്നുണ്ടായ ഭൂതഭൗതികങ്ങളിൽ നിന്തിരുവടിയും ബഹുരൂപനായി കാണപ്പെടുന്നു, പ്രകാശിക്കുന്നു. ഇതിലുള്ള വികാരമൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങ് സ്വതന്ത്രനും ശുദ്ധനുമാണ് എന്ന് പറയാണ്. പലതായി കാണപ്പെടുമ്പോഴും പലതിൻ്റെ പരിമിതികളും ഭഗവാനെ ബാധിക്കുന്നില്ല. അതായത് പാത്രങ്ങൾ, മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ഓരോന്നും ഓരോ തരത്തിലാണ്. ആ പാത്രങ്ങൾ ഓരോന്നും ഓരോ ആവശ്യത്തിനുള്ളതാണ്. ഒരു പാത്രം കൊണ്ട് മറ്റൊരു പാത്രത്തിന്റെ ആവശ്യം നടക്കില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം കൊണ്ട് തന്നെയാണ്, മണ്ണെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ പാത്രങ്ങളിലുള്ള പരിമിതി മണ്ണിലില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ സൃഷ്ടികളിൽ പരിമിതികൾ ഉണ്ടെങ്കിലും ഭഗവാനിൽ പരിമിതിയില്ല എന്ന് പറയാണ്. പിന്നെ പറയുന്നു, ഭഗവാൻ തൻ്റെ ശക്തിയായ ത്രിഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടിയും രക്ഷയും സംഹാരവും ചെയ്യുന്നത്. ഈ ഗുണങ്ങളും ത്രിഗുണങ്ങളും കർമ്മങ്ങളും ഭഗവാനെ ഒരു തരത്തിലും ബന്ധിക്കുന്നില്ല. ബന്ധമെന്ന് തോന്നുന്നത് അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ബന്ധം എന്ന് പറയാണ്. അതായത് ഈ ബന്ധമൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അഗ്നിയുടെ സ്വഭാവം ചൂടാണ്, അതിനെ തണുപ്പ് ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ സൂര്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രകാശമാണ്, സൂര്യനെ തണുപ്പും ബാധിക്കുന്നില്ല. അതുപോലെ ആണ് ഭഗവാൻ, പ്രജ്ഞാനഘനനായ ഭഗവാനെ ഒട്ടും തന്നെ ഭഗവാനിൽ അജ്ഞാനമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഗുണകർമ്മ ബന്ധം ഭഗവാനില്ല. പിന്നെ ഈ ഉപാധിയുക്തമായ ജീവാത്മാവിന് ശരിക്കും പറഞ്ഞാൽ ബന്ധം ഇല്ല എന്നാണ്. പക്ഷെ ആ ബന്ധമുണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്.
ദേഹത്തിന്റെയും ഇന്ദ്രിയത്തിന്റെയും അന്ധകരണത്തിന്റെയും സംബന്ധം നിമിത്തം ബന്ധമുണ്ടെന്ന് തോന്നുകയാണ്. ആക്ച്വലി അങ്ങനെ ബന്ധം ഇല്ല. അജ്ഞാനം നശിക്കുമ്പോൾ ഈ ബന്ധവും നശിക്കുന്നു. അതായത് ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമായി തോന്നുമെങ്കിലും ഉണർന്നു കഴിയുമ്പോൾ അത് യഥാർത്ഥമല്ല എന്നുള്ള അനുഭവം നമുക്കുണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് അജ്ഞാനാവസ്ഥയിൽ ഉണ്ടെന്ന് തോന്നിയത് ജ്ഞാനാവസ്ഥയിൽ ഇല്ല എന്നുള്ള പരമാർത്ഥം മനസ്സിലാകും. അങ്ങനെ സർവോപാധിരഹിതനായ ഭഗവാന് ബന്ധവും മോക്ഷവും ഇല്ല എന്നതാണ് സത്യം. പക്ഷെ അതുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനം കൊണ്ടാണ് എന്ന് പറയാണ്. ഇനിയും ഭഗവാന്റെ അവതാര മഹത്വം പറയാണ്. നിത്യമുക്തനും പ്രജ്ഞാന സ്വരൂപനുമായ നിന്തിരുവടി ലോക നന്മയ്ക്കായിട്ടാണ് വേദമാർഗം ഉപദേശിച്ചിരിക്കുന്നത്. അത് വിധിപ്രകാരം ആചരിക്കുന്നവൻ ജന്മമരണ ബന്ധങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. എന്നാൽ ഈ മാർഗത്തെ അങ്ങനെ ഉള്ളവർ കൂടി വർദ്ധിച്ചു വരുമ്പോൾ വേദോക്ത കർമ്മങ്ങൾക്ക് ച്യുതി സംഭവിക്കുകയും അപ്പോൾ ഭഗവാൻ സത്വഗുണത്തെ അവലംബിച്ച് അവതാരമെടുത്ത് ലീലയാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജഗത്തിന്റെ ഹിതത്തിനായിട്ടാണ് അങ്ങ് ഉപദേശിച്ച വേദമാർഗം ശരിയായ വിധത്തിൽ വിനിയോഗിച്ചാൽ അതുകൊണ്ട് ജന്മമരണ ബന്ധനം ഇല്ലാതായി തീരും. പക്ഷെ അത് എപ്പോഴെല്ലാം നാസ്തികരായ ദുർജനങ്ങളുടെ കൈകളിൽ ദുരുപയോഗപ്പെടുമ്പോൾ ഒക്കെ ഭഗവാൻ അപ്പോഴെല്ലാം ശുദ്ധസത്വ സ്വരൂപം ആയി ലീലയാടുകയാണ് ചെയ്യുന്നത്. ഇത് ഭഗവാന്റെ അവതാര മഹത്വമാണ് പറയുന്നത്. ഇനി ഭഗവാന്റെ രണ്ട് കൃഷ്ണന്റെയും ബലരാമന്റെയും അവതാര മഹത്വം പറഞ്ഞതിന് ശേഷം കൃഷ്ണാവതാരത്തിന്റെ മഹത്വം ആയിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. എപ്പോഴെല്ലാം അധർമ്മം വിളയാടുന്നുവോ അപ്പോഴെല്ലാം അധർമ്മികളെ നശിപ്പിക്കുവാനും ധർമ്മം പുനഃസ്ഥാപിക്കുവാനുമായിട്ടാണ് അങ്ങ് വസുദേവഗൃഹത്തിൽ അനന്തസ്വരൂപനായ ബലരാമസ്വാമിയോട് കൂടി അവതരിച്ചിരിക്കുന്നത്. ഈ അവതാരത്തിന്റെ ഉദ്ദേശം തന്നെ അസുര ഗുണം തികഞ്ഞ രാജാക്കന്മാരെയും അവരുടെ 100 അക്ഷൗഹിണി പടയെയും സംഹരിച്ച് സാധുക്കളെ രക്ഷിക്കുവാനും യാദവകുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന് പറയാണ്. അപ്പോൾ എപ്പോഴെല്ലാം അധർമ്മം വിളയാടുമോ അപ്പോഴെല്ലാം ഭഗവാൻ ഭൂമിയുടെ ഭാരം തീർക്കാനും യാദവ കുലത്തിന്റെ കീർത്തിക്കുമായിട്ട് അവതരിച്ചിരിക്കുന്നു എന്ന് ആണ് കൃഷ്ണാവതാരത്തിന്റെ മഹത്വം പറയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ആഗമനത്താൽ ഞങ്ങളുടെ ഗ്രഹങ്ങളെല്ലാം വളരെയധികം പരിപാവനമായി തീർന്നിരിക്കുന്നു. ഹേ ഈശ, ഹേ അധോക്ഷജ എന്നെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ ഗൃഹങ്ങൾ പുണ്യഭൂമികളായ തപോവനാദികളെക്കാളും പരിശുദ്ധമായി തീർന്നിരിക്കുന്നു അങ്ങയുടെ ആഗമനത്താൽ. എന്ന് മാത്രമല്ല, അങ്ങയുടെ ആഗമന വീതിയിലുള്ള ഏതേത് പ്രാണികൾ ഉണ്ടായിരുന്നോ അവരുടെ എല്ലാ വാസസ്ഥാനങ്ങളും ഇതുപോലെ പരിശുദ്ധമായിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും സുഹൃതികളായിരിക്കുന്നു. സർവ ദേവന്മാർക്കും പിതൃക്കൾക്കും ഭൂതങ്ങൾക്കും നൃദേവന്മാർക്കും ചെയ്യുന്ന പൂജയെല്ലാം എത്തിച്ചേരുന്നത് ഭഗവാനിലാണല്ലോ. അങ്ങനെയുള്ള പഞ്ചയജ്ഞങ്ങൾക്കും ദേവതാസ്വരൂപമായ ആരുടെ പാദതീർത്ഥങ്ങൾ കൊണ്ടാണോ മുഴുവനും ബ്രഹ്മാണ്ടം ശുദ്ധീകരിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ഭഗവാനാണ് ഇന്ന് ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. ഞങ്ങൾ സുഹൃതികളാണ്, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് പറയാണ്. വിവേകമുള്ള പുരുഷന്മാർ അങ്ങേയല്ലാതെ വേറെ ആരെയും ശരണം പ്രാപിക്കില്ല. എന്തെന്നാൽ അങ്ങ് ഭക്തന്മാരെ അത്രയധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ മാത്രമേ പരമാർത്ഥമായി ഭവിക്കുകയുള്ളൂ. എല്ലാവരുടെയും പരമസുഹൃത്തും അങ്ങ് തന്നെയാണ്. അങ്ങയെ ഭജിക്കുന്ന ഭക്തന്റെ മാത്രമല്ല, അവന്റെ സുഹൃത്തിന്റെ പോലും
അഭീഷ്ടങ്ങളെ അറിഞ്ഞു നൽകുന്നവനും ഉപകാരത്തെ അറിയുന്നവനും തന്നെ തന്നെ നൽകുന്നവനും, അതായത് സ്വരൂപത്തെ പോലും കൊടുക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് പറയാണ്. ആപ്തമിത്രവും സത്യവാക്കും ഭക്തന്മാരുടെ പ്രിയനുമായ അങ്ങയെ അല്ലാതെ പണ്ഡിതന്മാർ വേറെ ആരെയും ആശ്രയിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കാതെ ഏത് പണ്ഡിതനാണ് അന്യനെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇനി വീണ്ടും സ്തുതി തന്നെ പറയാണ്. ഈ ജനാർദ്ദന, യോഗീശ്വരന്മാരാലും നിപുണന്മാരാലും ഇന്ദ്രാദികളാലും അപ്രാപ്യനായ അജ്ഞരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൃഹത്തിൽ വന്ന് അങ്ങ് ദർശനം തന്നു എന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. ക്രൂരൻ പറയാണ്, ഞങ്ങളുടെ ഗൃഹത്തില് അങ്ങ് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. പുത്രന്മാർ, പത്നി, ധനം, ഗൃഹം, ആപ്തന്മാർ ഇതെല്ലാം ഇതിലെല്ലാമുള്ള ഞങ്ങളുടെ മോഹവശത്തെ അങ്ങ് ഛേദിച്ചു തരണം. അങ്ങയുടെ മായ നീക്കി ഏകത്വബോധമുള്ളവനാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മബോധത്തെ വിസ്മരിച്ച് ആരാണെന്ന് അറിയാതെ താൻ ദേഹാദികളാണെന്ന് ധരിക്കുന്നതാണ് മായ. ആ മായയെ നീക്കി സ്വരൂപത്തെ അറിയാൻ ഉള്ള അനുഗ്രഹം തരണം എന്ന് പറയുകയാണ്. ദേഹാദികളിലുള്ള ഭ്രമത്തെ നശിപ്പിക്കണേ എന്നാണ് ക്രൂരൻ പ്രാർത്ഥിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾക്കും പ്രാർത്ഥിക്കാനുള്ളത്. ഇതെല്ലാം മായയാണ്. ഈ മായയെ മാറ്റി സത്യത്തെ അറിയാനുള്ള കഴിവ് തരണേ എന്ന് പറയാണ്. അങ്ങനെ ഭക്തനായ അക്രൂരനാൽ ഇങ്ങനെ ആരാധിക്കപ്പെട്ടും സ്തുതിക്കപ്പെട്ടും ഭഗവാൻ വാക്കുകൾ കൊണ്ട് അക്രൂരനെ മോഹിപ്പിക്കുന്ന വിധത്തിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ഇത്രയും കേട്ടത് മുഴുവനും ഭഗവാൻ അക്രൂരനെ സ്തുതിക്കുകയാണ്. ഇനി അക്രൂരൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇനി ഭഗവാൻ അക്രൂരനെ കീർത്തിക്കുന്നതാണ് അടുത്തത്. ഭഗവാൻ പറഞ്ഞു, അങ്ങ് എന്നും ഞങ്ങൾക്ക് ഗുരുതുല്യനാണ്, പിതൃ സഹോദരനാണ്, ശ്ലാഘ്യനായ ബന്ധുവുമാണ്. ഞങ്ങൾ അങ്ങയാൽ സംരക്ഷിക്കപ്പെടേണ്ടവരും അനുകമ്പാർഹരുമായ പുത്രന്മാർക്ക് തുല്യരാണ്. ഭഗവാൻ അക്രൂരനെ കീർത്തിക്കുകയാണ്. അങ്ങനെ അങ്ങയെപ്പോലുള്ള മഹാഭാഗന്മാരാണ് ശ്രേയസ് ആഗ്രഹിക്കുന്ന സർവരാലും സേവിക്കപ്പെടേണ്ടത്. അതായത് സജ്ജനങ്ങൾ സർവരാലും സേവിക്കപ്പെടേണ്ടവരാണ്. അവർ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആഗ്രഹിക്കുന്നവർ പൂജ്യരിൽ വച്ച് പരമയോഗ്യന്മാര് മഹാഭാഗന്മാരുമായ അവരെ അങ്ങയെ പോലുള്ളവരെയാണ് സേവിക്കേണ്ടത്. സാധുക്കൾ, അതായത് ഇവിടെ പറയുന്നത് ദേവന്മാർ സ്വാർത്ഥ തൽപരരാണ്. സാധുക്കൾ അങ്ങനെയല്ല. പരകാര്യനിരതരായിരിക്കുന്ന സജ്ജനങ്ങൾ സ്വകാര്യനിരതന്മാരായ ദേവന്മാരെക്കാൾ പൂജനീയരാണെന്ന് പറയാണ്. അടുത്തത്, ഇനി പുണ്യതീർത്ഥങ്ങൾ പോലും സജ്ജനങ്ങളെക്കാൾ ഉത്കൃഷ്ടമല്ല എന്ന് പറയുന്നു. അതായത് പുണ്യതീർത്ഥങ്ങൾ പോലും സജ്ജനങ്ങളോളം ഉത്കൃഷ്ടമല്ല എന്ന് പറയാണ്. പുണ്യതീർത്ഥങ്ങൾ, അതുപോലെ പുണ്യക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങൾ എന്നിവയേക്കാൾ ശ്രേഷ്ഠരാണ് സജ്ജനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ പുണ്യതീർത്ഥങ്ങളിൽ വളരെ കാലം സ്നാനാദികൾ ചെയ്തും പുണ്യക്ഷേത്രങ്ങളിലെ ബിംബങ്ങളെ വളരെ കാലം ഉപാസന ചെയ്താലും മാത്രമേ കാലക്രമേണ മനസ്സിന് ശുദ്ധി കൈവരികയുള്ളൂ. എന്നാൽ സജ്ജനങ്ങളെ ദർശിക്കുന്ന മാത്രയിൽ തന്നെ മനഃശുദ്ധി ഉണ്ടാകുകയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ബന്ധുക്കളായ യാദവന്മാരിൽ വച്ച് സർവശ്രേഷ്ഠനാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ്
ഭഗവാൻ അക്രൂരനെ കീർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, പാണ്ഡവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് അവരുടെ വിവരങ്ങൾ അറിയാൻ ഒന്ന് ഹസ്തിനപുരം വരെ ഒന്ന് പോകുക. കാരണം പാണ്ഡു മഹാരാജാവിന്റെ മരണശേഷം കുന്തിയെയും പാണ്ഡുപുത്രന്മാരെയും കൊണ്ട് ധൃതരാഷ്ട്ര ഹസ്തിനപുരത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വളരെ ദുഃഖിതരായിരിക്കുന്നു എന്ന് ഭഗവാൻ അറിയുന്നുണ്ട്. അതിനാൽ അവിടം വരെ പോയി അവരുടെ കുശലം അന്വേഷിച്ച് നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് വരാനായിട്ട് അക്രൂരനോട് ഭഗവാൻ പറയുകയാണ്. കാരണം ധൃതരാഷ്ട്രർ ദീനബുദ്ധിയും അന്ധനും ദുഷ്ടപുത്രന്മാർക്ക് അടിമപ്പെട്ടവനുമാണ്. അങ്ങനെയുള്ള ധൃതരാഷ്ട്രർ സ്വപുത്രന്മാരിലും സഹോദരപുത്രന്മാരിലും സമഭാവനയോട് വർത്തിക്കില്ല എന്നത് നിശ്ചയമാണ്. അതായത് പുത്രസ്നേഹം കൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രർ പുറമേ മാത്രമല്ല അന്ധത ബാധിച്ചിരിക്കുന്നത്, ആ അധർമ്മികളായ പുത്രന്മാരോടുള്ള സ്നേഹം കൊണ്ട് ധൃതരാഷ്ട്രരുടെ ഉൾക്കണ്ണിലെ കാഴ്ചയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധൃതരാഷ്ട്രർ ആ ദുഷ്ടപുത്രന്മാർ പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതിനാൽ അവിടെ ഉള്ള പാണ്ഡവന്മാര് വളരെ ദുഃഖത്തിലാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് എത്രയും വേഗം അങ്ങ് അവിടെ പോവുക, എന്നിട്ട് ധൃതരാഷ്ട്രരുടെ പ്രവൃത്തികൾ ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞു വരിക. ഇതറിഞ്ഞ് അത് മാത്രമല്ല, സുഹൃത്തുക്കളായ പാണ്ഡവരോട് പറയണം, വേണ്ടത് ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞ് അങ്ങനെ അക്രൂരനോട് ഇതെല്ലാം നിർദ്ദേശിച്ച് ഭഗവാൻ സർവേശ്വരനായ ഹരി ബലരാമനോടും ഉദ്ധവരോടും കൂടി തിരിച്ച് തൻ്റെ സ്വഭവനത്തിലേക്ക് തന്നെ പോയി. എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഭഗവാന്റെ കാൽക്കൽ അർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആദ്യം ഒരു ബിഗ് സല്യൂട്ട് ചേച്ചിക്ക്. കാരണം ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, തിരുവേണ്ടി അതിന് ഞാനില്ല. വേറൊന്നുമല്ല, കുടുംബ സാഹചര്യം അതുപോലെയല്ല. ധാരാളം ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ല നിശ്ചയിച്ചത്, ഗുരുവായൂരപ്പനാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ പറയുക. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പം എന്നെക്കൊണ്ടാവുമോയെന്നറിയില്ല, ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്, ഈ ഒരു സമർപ്പണം. കാരണം ഏത് തിരക്കിനിടയിലാണെങ്കിലും വാക്കുകളെ ഒന്ന് വില വയ്ക്കുക, ഇതൊരു വലിയൊരു നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. പല തിരക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ കുറിച്ച് അറിയാം, അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പല തിരക്കിനിടയിൽ ഇത് എപ്പം നോക്കാനിത്, അതിനൊന്നും ഒട്ടും സമയം കിട്ടില്ല. പക്ഷെ അതിനിടയിലാണെങ്കിലും എന്നാൽ നോക്കാൻ തിരുമേനി എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ചേച്ചി ഇത് ചെയ്ത്. വളരെ അതിനു വേണ്ടിയിട്ട് ഇത്രയും മെനക്കെട്ടല്ലോ എന്നുള്ളത് ഭയങ്കര അതിന് ബിഗ് സല്യൂട്ട് തന്നേ പറ്റുള്ളൂ, യാതൊരു സംശയവുമില്ല. അത് ഒരു വസ്തുവും വേറെ പുറത്തൊന്നും വരാത്ത രീതിയിൽ ആ അധ്യായം 48-ാമത്തെ അധ്യായം വേണ്ട പോലെ നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും നന്നായിട്ട് കീർത്തനം പാടുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഈ കല ഉള്ളിലുണ്ട്. അപ്പം ഈ കീർത്തനം പാടുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഭാവം വരുന്നത് എപ്പോഴാണ്? ഇപ്പം സംഗീതം പഠിച്ചവർ പാടിയാലും മറ്റുള്ളവരുടെ ഉള്ളിൽ ഭാവം വരണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഉള്ളിൽ കലയാണ്. ഈ കല പാട്ടിലൂടെയും വരും, പറച്ചിലൂടെയും വരും, പാരായണത്തിലൂടെയും വരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് നമ്മൾ ഒട്ടും അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം ഒന്ന് വിട്ടുകൊടുത്തേക്കുക ഭഗവാൻ. അതുകൊണ്ട് ഇനി കീർത്തനത്തിൽ നിന്ന് വിട്ട് പ്രഭാഷണത്തിലേക്കും പ്രസംഗിക്കാനും ഉള്ള ഒരു ഇതായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുസ്യൂതം ഇനി
പ്രഭാഷണങ്ങളുമായിട്ട് തന്നെ മുമ്പോട്ട് വരണം. അതിനുവേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇനി ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണെങ്കിൽ പോലും ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു മഹത്വമാണത്. പറഞ്ഞൊഴിവാക്കാനുള്ളതേ ഉള്ളൂ. തിരുമേനി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വായിക്കാനുള്ള സമയമാണ് വായിക്കാം, അതല്ലാതെ എന്നാ നോക്കാം തിരുമേനി. അത് എത്രയായാലും നമുക്കത് കിട്ടണമെങ്കിൽ നമ്മുടെ ഭാവം ശുദ്ധമാകുമ്പോഴേ പറ്റുള്ളൂ. ആ ഒരു ശുദ്ധഭാവം ഗുരുവായൂരപ്പൻ ഒരിക്കലും കളയാതെ അത് അനുസ്യൂതം ചേച്ചിക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം.